ഹലോ, എല്ലാവർക്കും പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. അന്ന് അപ്പോൾ അച്ചുവിൻ്റെ ഇർഫിന് ഒരു ഡേ മൈ ലൈഫാണ് ഞാനിന്ന് കാണിക്കണേ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനില്ലേ അത് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നാൽ ഒരു 5:45 കാര്യമായിട്ട് ഞാൻ എണീറ്റപ്പോൾ പിന്നെ എൻ്റെ മക്കളുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ടിൻസാണെങ്കിലും ടിൻസിൻ്റെ യാതൊരു ഗുണം ലെവലേഷൻ അടുത്ത് കൂടെ പോയിട്ടില്ല കേട്ടോ. രണ്ടുപേർക്കും രണ്ട് സ്വഭാവമാണ്. ഇപ്പോൾ ഫേസിൻ്റെ കാര്യമായാലും ടേസ്റ്റ് ആയാലും ബിഹേവിയർ ആയാലും എന്തായാലും ഒരു രണ്ട് സ്വഭാവമാണ്. അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ് ടിൻസുകളായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുക. ടിൻസുകളാകുമ്പോൾ നമ്മൾ കണ്ടുവരേണ്ടത് രണ്ടുപേർക്കും ഒരേ സ്വഭാവം, ഒരേ ഡ്രസ്സ്. ഞങ്ങൾ ഒരേ ഡ്രസ്സൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല, ഒരേ ഡ്രസ്സ് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അത് നമുക്ക് ഒരേ സൈസിന് കിട്ടാറില്ല. ചിലപ്പോൾ കളർ ചേഞ്ചിന് അങ്ങനെയൊക്കെ എടുക്കും, അങ്ങനെ ഒരേപോലെ തന്നെ എടുക്കാറുന്നില്ല. ഇപ്പോഴേ പിന്നെ അവർ വളരുന്തോറും അവർ തന്നെ പറഞ്ഞു തുടങ്ങി എനിക്ക് ആ ഡ്രസ്സ് വേണം, എനിക്ക് അതുപോലത്തെ ഡ്രസ്സ് വേണം, അവർ തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് അവർ തന്നെ ടിൻസിൻ്റെ ചില ടൈമിലൊക്കെ സ്വഭാവം കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കുറച്ച് മസാല തേച്ച് വെച്ചതിൽ കുറച്ചുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു തട്ടിക്കൂട്ടും ചിക്കൻ കറി വെക്കാൻ വിചാരിച്ചിട്ട് നമുക്ക് തക്കാളിയൊന്നും കൂട്ടാണ്ട് നമുക്ക് സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചാരം കൊണ്ട് വലിയ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വറുത്താൽ മാത്രം മതി. പിന്നെ വറുത്തിട്ടാണ് കേട്ടോ ഇവിടെ ചിക്കൻ കറി എപ്പോഴും വെക്കണം. വറുത്തിട്ടാകുമ്പോൾ ഒരു ഭംഗിയും പിന്നെ ഭംഗി കാണുമ്പോൾ തന്നെ നമുക്കൊരു തിന്നാൻ തോന്നും. പച്ചരിയുടെ ഒരു തട്ടിക്കൂടി നെയ്ച്ചോറും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർക്കുള്ളതൊക്കെ ഞാൻ ലഞ്ച് ബാഗിലേക്ക് സെറ്റാക്കി വെക്കുന്നുണ്ട്. ലഞ്ച് ബാഗിലോട്ട് അവർക്ക് ലഞ്ച് ബാഗല്ല ടിഫിൻ ബോക്സിലോട്ട് അവർക്ക് ബിസ്ക്കറ്റായിട്ട് എടുത്ത് വെച്ച് പിന്നെ അവർക്ക് കഴിക്കാനായിട്ട് ഞാൻ ചപ്പാത്തി ഇന്നലെ ചപ്പാത്തി സ്ഥാപിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ചുട്ടിട്ടുണ്ട്. അവർക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തി ചിക്കൻ കറി കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത്. അപ്പോൾ ഒരു വിധത്തിന് ഉറക്കത്തിൽ നിന്നൊക്കെ എണീപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എണീക്കുമല്ലോ, വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കുള്ളൂ. നേരം വൈകിട്ടാണ് കിടന്നുറങ്ങിയത്, അതുകൊണ്ട് നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ വെള്ളം തെളിച്ചിട്ടൊക്കെയാണ് എണീപ്പിച്ചത്. ഉറക്കത്തിൽ എണീപ്പിക്കാനും ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിപ്പിക്കണേ. പിന്നെ ഇവരെ ചുമ ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല, ചുമ കുറഞ്ഞ് വരണുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ കാലം തന്നെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി മഴ കൂടണേക്കാൾ വേഗം തന്നെ സ്കൂളിലാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഇവർ വരുന്നത് ഒരു 3:30-3:45 ആവും കേട്ടോ. ഇവിടെ വീട്ടിലെത്തുമ്പോൾ ഞാനും കൂടെ പോയിട്ടാണ് അവരെ കൊണ്ടുതന്നെ അങ്ങനെ വേഗം നേരം കുളിപ്പിച്ച് പിന്നെ ഫുഡ് കൊടുക്കാൻ എഴുതിയിട്ട് നമ്മൾ കാലത്ത് ചായക്കടിയുടെ അല്ലെങ്കിൽ ചോറോ എന്തെങ്കിലും കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അവരേതായാലും ഞാൻ ഫ്രീഡത്തിന് വിടേ അവർ ടി വി കാണുക അല്ലെങ്കിൽ കളിക്കുക എന്തെങ്കിലും ചെയ്തോടെ വിചാരിച്ച് സ്കൂളിൽ നിന്ന് പഠിച്ച മാഷതൊക്കെ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ കുറേ നേരം നമ്മൾ കളിച്ച് ടി വി ആയിട്ടേക്കുന്നത്. പിന്നെ കുറച്ച് നേരം കണ്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും ഒരു 5 മണി 5:30 ആകുമ്പോൾ ഞാൻ പഠിപ്പിക്കാൻ ഇരുത്താറ്. ഉച്ചക്കുറങ്ങാത്താരം കൊണ്ട് ഞാൻ രാത്രി പഠിപ്പിക്കാൻ ഇരുത്താറില്ല. ഉച്ചക്കുറങ്ങാത്തതല്ല. അപ്പം രാത്രി നേരത്തെ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറക്കത്തിൻ്റെ ഇതും എല്ലാവരും കൂടെ ആകുമ്പോൾ പഠിക്കാനൊന്നും ഇരിക്കില്ല. പിന്നെ വൈകിട്ടായപ്പോൾ ഫ്രണ്ടിൽ നിറച്ച് പുല്ലാണ്. അപ്പോൾ ഒരു മൺവെട്ടി കൊണ്ട് സാമക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാക്കാനായിട്ട്. ആ മണ്ണ് നമ്മൾ പറിച്ചാൽ പോകില്ല, അപ്പോൾ മൺവെട്ടി കൊണ്ട് ഇതാക്കാൻ തന്നെ ചെയ്യണേ. മൺവെട്ടി കൊണ്ട് ചെത്ത് തന്നെ ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് 2 പണിയൊപ്പിക്കണ്ടേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും ടി വി ആണിരുന്നത്. പിന്നെ കുറച്ചേരൊക്കെ ദിക്കറൊക്കെ ചൊല്ലിയിട്ട് പിന്നെയും ടി വി ആണിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പണിയൊക്കെ ഒപ്പിക്കണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് കഴിക്കില്ല കേട്ടോ. 9:30 ആക്കുമ്പോൾ ഞാൻ ഉറക്കം കിടത്തു കേട്ടോ. അപ്പോൾ കാലത്തന്നെ എണീക്കണതല്ലേ. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ.